ഹലോ. അങ്ങനെ ഞങ്ങളിതാ ചേച്ചിയുടെ വീടെത്തിയിട്ട് അത് ചേച്ചിയുടെ മോളാണ്. ഇവൾ വലിയ കുട്ടിയായതിൻ്റെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ആ ചടങ്ങെന്ന് പറയുമ്പോൾ കുറച്ച് വലിയ ചടങ്ങാണ് കേട്ടോ. ഒരു കുട്ടി കല്യാണം പോലെ തന്നെയാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ അതായത് ഞങ്ങൾ അവൾക്ക് വാങ്ങിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിൽ കയറി. മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിയാണ്. കോഴിക്കോടൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതൊരു വെറൈറ്റി തന്നെയല്ലേ. അമ്മ അത് അവിടെ പോർക്ക് വരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ പിന്നെ 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ പച്ചമീൻ വറുത്തതുണ്ട്. പിന്നെ സേമിയ പുട്ടാണ് ഇത്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ഞാനൊന്ന് എടുത്ത് നോക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഇനി എന്തായാലും അതൊന്ന് പരീക്ഷിക്കാം. പിന്നെ ചിക്കൻ കറി ഉണ്ട്, സാമ്പാറുണ്ട്, നാടൻ ചോറുണ്ട്. ഞങ്ങൾക്ക് അവിടെ തന്നെ ഫിഷിലൊന്നും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും കിട്ടാറില്ല കേട്ടോ. അതെല്ലാം വന്ന് ട്രൈ ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ മാത്രമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ് എൻ്റെ ചേച്ചി. ഇതാണ് ചേച്ചി. ചേച്ചിയുടെ മോൾക്ക് രാവിലെ കൊടുക്കാനുള്ള ധാവണി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ കേട്ടോ. പിന്നെ ഇത് അനിയൻ്റെ മോനാണ്. അവന് ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വത്ത് വച്ചൊക്കെ പിന്നെ നേരത്തെ വന്നിട്ട് സെറ്റായിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന ഗ്യാങ്ങിൽ അനിയത്തിയുടെ കുട്ടികളും പിന്നെ എൻ്റെ മേമയുടെ മക്കളും എല്ലാവരും കൂടി ആയിട്ട് ഇരുന്നിട്ട് അവർ അവിടെ മൈലാഞ്ചി ഇടുകയാണ്. അച്യുത എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലേക്കുള്ള ഡെക്കറേഷനും പരിപാടികളും അതിനുള്ള തയ്യാറെടുപ്പ് വേറൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വത്ത് വെറുതെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ മറ്റുള്ളവർക്ക് ഇട്ട് പണി കൊടുക്കുകയാണ്. പിന്നെ ഡാൻസ് പരിപാടികൾ അങ്ങനെയായിട്ട് നല്ല രസവും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു സൈഡിൽ എൻ്റെയൊക്കെ ഫുഡ് അടി നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയും ചേച്ചിയും കൂടെ പിന്നെ കഴിക്കാനിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ തകൃതിയായിട്ട് ആഘോഷ പരിപാടികളിലേക്കുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സ്വത്ത് ബെഡൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളായിട്ട് വേറൊരു ദിവസം വരാം കേട്ടോ. ബായ്.